റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. നമ്മൾ ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയാണ്. ഇതൊരു ശുഭാപ്തി വിശ്വാസമാണ്. ഇതൊരു വെറും പോസിറ്റീവ് തിങ്കിങ് ആണ്. എല്ലാം ശരിയാവും എന്ന് പറയുന്ന ഒരവസ്ഥ. എല്ലാം ശരിയായിക്കൊള്ളും. ചിലത് ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിച്ചിട്ട് പറയും എല്ലാം ശരിയാവും എന്ന് പറയും. കള്ളു കുടിച്ച് 4 കാലം നടന്ന് കുടുംബം നോക്കാതിരുന്ന ദൈവം എല്ലാം നോക്കിക്കോളൂ എന്ന് പറയുന്നതല്ല പ്രത്യാശ. അത് ഉത്തരവാദിത്വരാഹിത്യമാണ്. ഒരുപക്ഷെ അത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ശുഭാപ്തി വിശ്വാസമല്ല പ്രത്യാശ. പ്രത്യാശ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോഴും ഞാൻ പ്രത്യാശയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ഞാൻ നഷ്ടധൈര്യനാവില്ല. സ്ഥൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. അതൊരു വലിയ കൃപയുടെ അനുഭവമാണ്. അതിനെ വിശദീകരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപമ കുരിശാണ്. കുരിശ് പ്രത്യാശയുടെ അടയാളമാകുന്നത് എങ്ങനെയാണ്? സഹനത്തിൽ കർത്താവ് തന്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് നമ്മളുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. കുരിശിനെ ഒഴിവാക്കുന്നതല്ല പ്രത്യാശ. കുരിശിനെ സ്ഥൈര്യത്തോടെ നേരിടുന്നതാണ് പ്രത്യാശ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് നല്ല ധൈര്യം ഉണ്ടാകുന്നത് ജീവിക്കാൻ. കാരണം കുരിശ് കണ്ടാൽ ക്രിസ്ത്യാനി ഭയപ്പെടുകയില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് പിടിച്ചു നിൽക്കാനായിട്ട് അവന്റെ ദൈവം അവന്റെ കൂടെയുണ്ട്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പത്രവാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണോ നമ്മുടെ ജനത്തിന്? എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യിക്കുന്ന മാതാപിതാക്കൾ, എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ വെട്ടും കൊലയും ഒക്കെയായി വലിയ കടുത്ത അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന മനുഷ്യർ, ഒരു പ്രശ്നത്തെ നേരിടാൻ സാധിക്കാതെ അവരെല്ലാം വിഷമിക്കുകയാണ്. കോവിഡ് അനന്തര തലമുറയെ കുറിച്ച് പറയുന്നതും അതൊക്കെ തന്നെയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പരിഹാരം ഒന്നേ ഉള്ളൂ: വിശ്വാസത്തിൽ ആഴപ്പെടുക, നമ്മുടെ കർത്താവാകുന്ന പ്രത്യാശ സ്വീകരിക്കുക, ദൈവത്തിന്റെ പക്കൽ എല്ലാത്തിനും ഒരു മറുപടി ഉണ്ടെന്ന് വിശ്വസിച്ച് അവൻ നമുക്കായിട്ട് കരുതുന്നതെല്ലാം സ്വീകരിക്കുക. അത് ചിലപ്പോൾ വേദനയാവാം, പട്ടിണിയാവാം, ദുരിതമാവാം, എന്താണെങ്കിലും അത് ദൈവത്തിന്റെ കരം എന്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടെ അത് സ്വീകരിക്കുമ്പോൾ അതെനിക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം കഴിയുമ്പോൾ, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങളെല്ലാം യഥാർത്ഥമായ പ്രത്യാശ കണ്ടെത്തിയവരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ആത്മധൈര്യത്തോടെ ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകണമെന്നല്ല, മറിച്ച് എല്ലാം നേരിടാനുള്ള കരുത്ത് ദൈവത്തിന്റെ കൃപയായി നമുക്ക് സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.